ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി സേഫ്റ്റി ഗുരു. മലയാളി സേഫ്റ്റി ഗുരുവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റിഫൈനറീസിലും റിഗ്സിലുമൊക്കെ എന്തെല്ലാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വേക്കൻസീസ് ഉണ്ടെന്നും എങ്ങനെ അവിടെ ഒരു സേഫ്റ്റി ഫീൽഡിലേക്ക് കയറാം, അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ് എന്നെല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിഫൈനറി നോക്കാം. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ കുറിച്ചും അതിൽ നടക്കുന്ന പ്രോസസ്സുകളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡീറ്റെയിൽ ആയി കണ്ടിരുന്നു. ഇനി നമുക്ക് റിഫൈനറീസിലും റിഗ്സിലുമൊക്കെ എന്തെല്ലാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വേക്കൻസീസ് ഉണ്ടെന്നും എങ്ങനെ അവിടെ ഒരു സേഫ്റ്റി ഫീൽഡിലേക്ക് കയറാം, അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ് എന്നെല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിഫൈനറി നോക്കാം. HSE മാനേജേഴ്സ്, HSE ഓഫീസേഴ്സ്, HSE സൂപ്പർവൈസേഴ്സ്, പ്രോസസ് സേഫ്റ്റി എഞ്ചിനീയേഴ്സ്, പ്രോസസ് സേഫ്റ്റി മാനേജർ തുടങ്ങിയ പൊസിഷൻസ് ആണ് മെയിൻ ആയി കണ്ടുവരുന്നത്. ഇനി എങ്ങനെ ഈ പൊസിഷൻസിലേക്ക് നമുക്ക് കയറാമെന്ന് നോക്കാം. ഓരോ രാജ്യത്തും ക്വാളിഫിക്കേഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ് വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ IOCL, BPCL തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ കയറുവാൻ അവർ മിക്കവാറും ചോദിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി സർട്ടിഫിക്കേഷൻസ് കൂടി ചോദിക്കാറുണ്ട്. പൊതുവെ ഈ ഒരു ക്വാളിഫിക്കേഷനാണ് ഇവിടെ കണ്ടുവരുന്നത്. കൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന മത്സര പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുകയും അതിൽ വിജയിക്കുകയും വേണം. ഇതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലെ ക്വാളിഫിക്കേഷൻസും റിക്വയർമെന്റ്സും വ്യത്യസ്തമാണ്. ഇപ്പോൾ പൊതുവെ നാഷണലൈസേഷൻ, അതായത് സ്വദേശീവൽക്കരണം കാരണം ഡയറക്റ്റ് HSE പൊസിഷനിലേക്ക് കയറുവാൻ ഏറെക്കുറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ബേസിസിലാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. റിഫൈനറീസ് തന്നെ കോൺട്രാക്ട് ബേസിസിൽ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ്സിലും ന്യൂസ് പേപ്പറിലും അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വഴി എന്തെന്നാൽ EPC കമ്പനീസിൽ കയറുക എന്നതാണ്. EPC എന്നാൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നാണ്. ഇത്തരം കമ്പനീസ് റിഫൈനറികളിൽ ആനുവൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പീരിയോഡിക് മെയിൻ്റനൻസ് എല്ലാം കോൺട്രാക്റ്റുകൾ എടുത്ത് നടത്തി ചെയ്യുന്ന കമ്പനീസ് ആണ്. ഇത്തരം പ്രോജക്റ്റുകളിൽ ഒട്ടനവധി HSE പൊസിഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ EPC കമ്പനീസ് റിഫൈനറികളുടെ ഷട്ട് ഡൗൺ, എക്സ്പാൻഷൻസ്, പിന്നെ പുതിയ റിഫൈനറിയുടെ കൺസ്ട്രക്ഷൻസും നടത്തുന്നു. ഇതിനെ കൺസ്ട്രക്ഷൻ ആൻഡ് കമ്മീഷനിങ് എന്നാണ് പറയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട വസ്തുത എന്തെന്നാൽ ഇത്തരം കമ്പനീസിൽ കയറിയാൽ നിങ്ങൾ റിഫൈനറിയുടെ ഡയറക്റ്റ് സ്റ്റാഫുകൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ റിഫൈനറി ഷട്ട് ഡൗൺസ് മാത്രം നടത്തുന്ന കമ്പനീസും ഉണ്ട്. അവിടെയും നിരവധി HSE വേക്കൻസീസ് നമുക്ക് കാണാം. ഷട്ട് ഡൗൺ ജോബ്സ് എന്നാൽ ആ ഒരു എൻറ്റയർ പ്ലാന്റിന്റെ മെയിൻ്റനൻസ് ആണ്. അത് ചിലപ്പോൾ 1 മാസം മുതൽ 3 മാസം 4 മാസം വരെയൊക്കെ ഉണ്ടാകാം. EPC കമ്പനീസിലും ഷട്ട് ഡൗൺ കമ്പനീസിലും ഒക്കെ സേഫ്റ്റി പൊസിഷൻസ് ലഭിക്കാനായി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മലയാളി സേഫ്റ്റി ഗുരു.